ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ട്രാൻസ്ലേഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു കോൺവെർസേഷൻ പോലെയാണ്, രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നത് കോൺവെർസേഷൻ. അപ്പം നമുക്ക് നോക്കാം. രവിയും ബാലനുമാണ്. രവി ബാലൻ. അപ്പം രവി പറയുന്നു, ബാല നീ അതിരാവിലെ എവിടെ പോകുന്നു? നീ അതിരാവിലെ എവിടെ പോകുന്നു? നീ എന്നുള്ളത് നമുക്കറിയാം അല്ലേ? അതിനകത്തുള്ള ക്രിയ ഏതാണ്, വെർബ് ഏതാണ്? പോകുന്നു എന്നുള്ളത്. അപ്പോൾ നീ എന്നുള്ളത് ത്വമാണ്. രവി ഞാൻ എഴുതുന്നില്ല, ത്വം. ത്വം അല്ല, നീ പിന്നെ അല്ലേ പറയാം. ആദ്യം ബാല. ബാല ബാല ത്വം. ത്വം അതിരാവിലെ. രാവിലെ എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ പ്രഭാതം അല്ലേ? അപ്പം അതിരാവിലെയാണ്. അതിരാവിലെ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊറ്റ വാക്കാണ് പ്രാതഃ. പ്രാതഃ കാലേ. പ്രാതഃ കാലേ അതിരാവിലേക്കാണ്. പ്രാതഃ കാലേ. പ്രാതഃ കാലേ. ഇനി അടുത്തത് എവിടെ. എവിടെ നേരത്തെ പറഞ്ഞില്ല, കുത്ര. എവിടെ? കുത്ര. ഇനി പോകുന്നു, അത് നിങ്ങൾക്കറിയാം, ഗമധാതുവാണ്. ഗച്ഛതി ഗച്ഛതഃ ഗച്ഛതി. പക്ഷെ ഇവിടെ എന്താണ്? ത്വം വന്നിരിക്കുന്നു അല്ലേ? ത്വം ചോദിച്ചോ. ത്വം പ്രാതഃകാലേ കുത്ര. ഗമധാതുവിൻ്റെ മധ്യമ പുരുഷൻ തന്നെ വരണം. ഗച്ഛസി. ഗച്ഛസി ഗച്ഛതഃ ഗച്ഛതയാണ് മധ്യമപുരുഷൻ. അപ്പം ഗച്ഛസി. ത്വം കുത്ര ഗച്ഛസി. ഗച്ഛസി ക്വസ്റ്റ്യൻ മാർക്ക്. അടുത്ത അപ്പോൾ അതിന് ഉത്തരം ബാലൻ പറയുകയാണ്, കൂട്ടുകാരാ ഞാനാകട്ടെ അതിരാവിലെ ഉദ്യാനത്തിലേക്ക് പോകുന്നു. അപ്പോൾ കൂട്ടുകാരാ, കൂട്ടുകാരന് മിത്രമാണല്ലേ? അപ്പം മിത്ര. മിത്ര എന്നെഴുതിയിട്ട് ഒരു ഞാനാകട്ടെ. ഞാൻ അഹം. ഞാനാകട്ടെ എന്ന് പറയുമ്പോൾ അഹം തു. ഞാനാകട്ടെ അഹം തു. അഹം തു. അതിരാവിലെ. നേരത്തെ ഇവിടെ അതിരാവിലെ. പ്രാതഃകാലേ. പ്രാതഃകാലേ ഉദ്യാനത്തിലേക്ക്. അപ്പൊ അത് ദ്വിതീയായിട്ടാണ് പറയുന്നത്. ഉദ്യാനത്തിലേക്ക് എന്നുള്ളത് വന്നില്ലേ? അപ്പൊ അവിടെ ഉദ്യാനം തന്നെയാണ്. ഉദ്യാനം. ഇനി അടുത്തത് പോകുന്നു. ഇവിടെ പോകുന്നു എന്ന് പറയുന്നത് പിന്നെ ത്വം വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഗച്ഛസി പറഞ്ഞു. പക്ഷെ ഇവിടെ അഹമാണ്. അഹമാവുമ്പോഴത്തേക്ക് ഉത്തമ പുരുഷൻ വരണം. ഗച്ഛാമി, ഗച്ഛാവഹ, ഗച്ഛാമഹ. അപ്പൊ അഹം വരുമ്പോൾ ഗച്ഛാമി. 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 അടുത്തത് അപ്പൊ രവി വീണ്ടും പറയുകയാണ്, ഉദ്യാനം നിന്റെ വീടിന്റെ സമീപത്താണോ? ഉദ്യാനം നിന്റെ വീടിന്റെ സമീപത്താണോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ആദ്യം ഒരു ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? കിം വരണം. കിം. കിം. പിന്നെ ഉദ്യാനം. കിം ഉദ്യാനം. നിന്റെ എന്നുള്ള എന്താണ്? തവ. തവ ഷഷ്ടി ഏകവചനം. തവ. തവ യുവയോഹോ യുഷ്മാകം. വീടിൻ്റെ. വീടിൻ്റെയും എന്താണ്? ഷഷ്ടി തന്നെ വരണം അല്ലെ? വീടിന് എന്താ പറയുന്നത്? ഗൃഹം. അതിൻ്റെ ഷഷ്ടി എന്താ? ഗൃഹസ്യ. ഗൃഹസ്യ ഗൃഹയോഹോ ഗൃഹാന. അപ്പം ഗൃഹസ്യ. തവ ഗൃഹസ്യ. സമീപത്ത് എന്ന് പറഞ്ഞാൽ സമീപത്തിൽ. ഇല്ലെന്നൊരു ഒരു പ്രത്യേകം വരും അവിടെ. സമീപത്തിൽ എന്ന് വെച്ചാൽ സമീപത്ത്. അപ്പോൾ സമീപേ. സപ്തമി. സമീപേ. ആണോ. ആണെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അസ് ധാതുവാണ്. അസ്ഥി സ്തഹ സന്ധി. അപ്പോൾ ഇവിടെ അസ്ഥി തന്നെ വരണം. അസ്ഥി. അത് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് അവിടെ ആദ്യം കിം വന്നത്. കിം ഉദ്യാനം തവ ഗൃഹസ്യ സമീപേ അസ്ഥി. മനസ്സിലായില്ലേ? അടുത്തത് ബാലൻ അതിന് ഉത്തരം പറഞ്ഞു, അതെ എൻ്റെ വീടിൻ്റെ സമീപത്ത് തന്നെയാണ് മനോഹരമായ ഉദ്യാനം. അതേ എന്നുള്ളതിന് ആം. അതേ എന്നുള്ള യെസ് എന്നുള്ളതിന് ആം. പിന്നെ എൻ്റെ വീടിൻ്റെ. എൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും മമ. പല പ്രാവശ്യം പറഞ്ഞാണ് മമ, തവ, തവ നിൻ്റെ, മമ എൻ്റെ.
ഷഷ്ടി ഏകവചനം മമ. വീടിൻ്റെ അവിടെ വന്നുള്ള വീടിൻ്റെ പോലെ ഗൃഹസ്യ ഷഷ്ടി. ഗൃഹസ്യ സമീപത്ത് തന്നെയാണ്. സമീപത്ത് നേരത്തെ സമീപേ. സമീപേ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. സമീപത്ത് തന്നെയാണ്. ഈ വരിയിൽ ഏതാണ് ക്രിയ വരുന്നത്? ആണെന്നുള്ള തന്നെയാണെങ്കിൽ തന്നെ പ്ലസ് ആണ് തന്നെയാണ്. അപ്പം ആണാണ് എന്ത് അവിടുത്തെ ക്രിയ. അപ്പം ഇവിടെ സമീപത്ത് തന്നെ എന്ന് പറയുന്നത് സമീപേ ഏവ. സമീപേ ഏവ. പിന്നെ ആണ് ലാസ്റ്റേ ചേർക്കാവോ? ക്രിയ എപ്പോഴും ലാസ്റ്റ് വരും അല്ലേ? മനോഹരമായ ഉദ്യാനം. മനോഹരം എന്നുള്ളതിന് സുന്ദരം എന്ന് പറയാം. അപ്പം മനോഹരമായ ഉദ്യാനം സമീപേ ഏവ സുന്ദരം. സുന്ദരം എന്താണ് സുന്ദരം? ഉദ്യാനം. സുന്ദരം ഉദ്യാനം. ഇനി ആണെന്നുള്ളതിന് എന്താ? അസ്ഥി അല്ലേ? അസ് ധാതു അസ്ഥി. അപ്പം നോക്കിക്കോളൂ. അപ്പം ലാസ്റ്റിൽ വന്നു, ക്രിയ ലാസ്റ്റിൽ വന്നു. അപ്പൊ ആം മമ ഗൃഹസ്യ സമീപേ ഏവ, എൻ്റെ വീടിൻ്റെ സമീപത്ത് തന്നെ സുന്ദരം ഉദ്യാനം ഉള്ളത് എന്ന് കാണിക്കുകയാണ്. സുന്ദരം ഉദ്യാനം അസ്തി. അടുത്തത് രവി ചോദിക്കണം, നീ ഉദ്യാനത്തിൽ എന്തു ചെയ്യുന്നു? നീ എന്ന് പറഞ്ഞാൽ കുറേ പ്രാവശ്യമായി. നീ എന്ന് പറഞ്ഞാൽ ത്വമാണ്. ത്വം. ഇനി ഉദ്യാനത്തിൽ. ഉദ്യാനത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? സപ്തമി ഏകോചനമാണ്. ഇൽ. ഉദ്യാനേ. ഇതത് അവിടെ രണ്ടുപേരും അവിടെ ചെന്ന ശേഷമുള്ള സംഭാഷണമാണ്. ഉദ്യാനത്തിൽ ചെന്ന ശേഷമുള്ള സംഭാഷണമാണ്. ഉദ്യാനേ. ഇനി എന്ത് ചെയ്യുന്നു? എന്തെന്നുള്ളതിന് കിം. കിം. ഇനി ചെയ്യുക എന്നുള്ളത് എന്താണ്? കൃ ധാതുവാണ്. നേരത്തെ വന്നിട്ടുണ്ട്. കൃ. കരോതി കുരുതഹ കുർവന്തി. പക്ഷെ ഇവിടെ തൊമ്മാവുമ്പം മധ്യമപുരുഷനിൽ വരണം. കരോഷി. കരോഷി കുരുതഹ കുരുത. മറ്റ് നമ്മൾ പഠിച്ചതെല്ലാം ഭവസി ഗച്ഛസി സി 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 ആയിരുന്നു അല്ലേ? ഇവിടെ കരോഷി. കിം കരോഷി. എന്ത് ചെയ്യും? കിം കരോഷി. കിം കരോഷി. അപ്പൊ അതിന് ആൻസർ ബാല പറയുന്നത്, ഞാൻ ജലത്താൽ വൃക്ഷങ്ങളെ നനയ്ക്കുന്നു. ഞാൻ അഹം. അഹം ജലത്താൽ. ജലം എന്നുള്ളതിൻ്റെ വരുമ്പോഴേക്ക് തൃതീയ വിഭക്തി വരണം. ജലത്താൽ. അപ്പം ജലേന. ജലേന ജലാഭ്യാം ജലൈഹിയാണ് തൃതീയയുടെ പ്രത്യയം. അപ്പം അഹം ജലേന. ജലേന. ഇനി വൃക്ഷങ്ങളെ. വൃക്ഷങ്ങളെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് വിഭക്തി? ദ്വിതീയ ബഹുവചനമല്ലേ? വൃക്ഷങ്ങളെ എന്നുള്ള പ്രത്യയം വരുന്നത്. അപ്പം വൃക്ഷ വൃക്ഷൗ വൃക്ഷാഹയാണ് പ്രഥമ. ദ്വിതീയ വന്നപ്പം വൃക്ഷം വൃക്ഷൗ വൃക്ഷാൻ. അപ്പം വൃക്ഷാനാണ് വൃക്ഷങ്ങളെ. ജലേന വൃക്ഷാൻ. വൃക്ഷാൻ നനയ്ക്കുന്നു. നനയ്ക്കുന്നു എന്നുള്ളത് എന്തോന്നാണ്? നനയ്ക്കുക. സിഞ്ച് ധാതു. അപ്പൊ സിഞ്ചതി സിഞ്ചതഹ സിഞ്ചന്തി. ഇവിടെ അഹമാവുമ്പം ഉത്തമപുരുഷൻ സിഞ്ചാമി. 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 മനസ്സിലായില്ലേ? രവി പിന്നെ വീണ്ടും രവി പറയുകയാണ്, എന്തിനു വേണ്ടിയാണ് നാം വൃക്ഷങ്ങൾ നടുന്നത്? നടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനാണ് നടുന്നത്? അപ്പോൾ എന്തിനു വേണ്ടി എന്നുള്ളതിന് സംസ്കൃതം കിമർത്ഥം. കിമർത്ഥം. കിമർത്ഥം എന്തിനു വേണ്ടി ആണ്? നാം എന്നുള്ളത് അഹം. നാം നമ്മൾ എന്നുള്ളതാണ്. അഹം ആവാം വയം. അപ്പം വയമാണ്. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ. വയം നമ്മൾ അല്ലെങ്കിൽ നാം. കിമർത്ഥം വയം. ഇനി വൃക്ഷങ്ങൾ എന്നുള്ളതിന് എന്തോന്നാണ്? വൃക്ഷ വൃക്ഷോ വൃക്ഷാഹ. വൃക്ഷാഹ. കിമർത്ഥം വയം വൃക്ഷാഹ. അടുത്തത് നടുക എന്നുള്ളതിന് ആരോപയതി എന്നാണ്. ആരോപയതി. അപ്പം അതിൻ്റെ എന്ത് വരണം? വയമാണ്. അപ്പം ഉത്തമപുരുഷ ബഹുവചനം ആരോപയാമഹ. 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 എന്തിനു വേണ്ടിയാണ് നമ്മൾ വൃക്ഷങ്ങൾ നടുന്നത് എന്നുള്ളത്?
അപ്പോൾ അതിന് അടുത്ത ചോദ്യം, അതിൻ്റെ ഉത്തരം, പ്രകൃതി സംരക്ഷണത്തിനാണ് നാം വൃക്ഷങ്ങൾ നട്ടു വളർത്തുന്നത്. പ്രകൃതി സംരക്ഷണത്തിനാണ്. പ്രകൃതി എന്ന് പറയുന്നത് പ്രകൃതി തന്നെയാണ്. പ്രകൃതി എന്ത് ചെയ്യുന്നു? പ്രകൃതി സംരക്ഷണത്തിന് പറയുമ്പോഴത്തേക്ക് പ്രകൃതി ത്തിനാണ്, ആയിക്കൊണ്ട് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അവിടെ ചതുർത്ഥിയല്ലേ വരേണ്ടുന്നത്? ആയിക്കൊണ്ട്, പ്രകൃതി സംരക്ഷണത്തിനായി. അപ്പം പ്രകൃതി സംരക്ഷണായ, ചതുർത്ഥിയുടെ വരുന്നല്ലേ, ബാലായ, ബാലാഭ്യം, ബാലേഭ്യ. അതുപോലെ പ്രകൃതി സംരക്ഷണത്തിനായിട്ടാണ് എന്ത് ചെയ്തത്? അടുത്തത് നാം, നാം നേരത്തെ വന്നത് തന്നെ, വൃക്ഷങ്ങൾ നട്ടു വളർത്തുന്നത്. ഏതാണ്? വൃക്ഷാരോപണം നേരത്തെ വന്നില്ലേ? വൃക്ഷാരോപണം ഇനി അടുത്തത് വൃക്ഷാരോപണം ചെയ്യുന്നത് എന്നുള്ളതിന് ഏതാണ് പറയുന്നത്? ധാതു നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കരോതി കുരുതഃ കുർവന്തി, അത് പ്രഥമ പുരുഷൻ. ഇവിടെ വരേണ്ടുന്നത് വയമായതുകൊണ്ട് ഉത്തമപുരുഷ ബഹുവചനം. കരോമി കുർവഹ കുർമഹയാണ്. കരോമി അഹമാണെങ്കിൽ കരോമി, അവമാണെങ്കിൽ കുർവഹ, വയമാണെങ്കിൽ കുർമഹ. വൃക്ഷാരോപണം കുർമഹ. അടുത്ത പിന്നെ രവി പറയുകയാണ്, പ്രകൃതി നമ്മുടെ മാതാവാണ്. പ്രകൃതി തന്നെയാണ്. പ്രകൃതി എന്താണ്? നമ്മുടെ മാതാവാണെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് മാതാവാകുന്നത്? അതെല്ലാവർക്കും അറിയില്ല. എങ്ങനെയൊക്കെയാണെന്നത് ക്ലാസ്സിലെ പഠിക്കുന്നതല്ലേ, എങ്ങനെയൊക്കെയാണ് മാതാവാകുന്നത്. അപ്പോൾ അത് നോക്കോളൂ. പ്രകൃതി നമ്മുടെ മാതാവാണ്. പ്രകൃതി എന്നുള്ള പ്രകൃതി തന്നെ. നമ്മുടെ അത് ഷഷ്ടി ബഹുവചനമാണ് വരുന്നത്. ഷഷ്ടി ഏകവചനം എൻ്റെ എങ്ങനെ പറയും? മമ, പിന്നെ അവയോഹോ അസ്മാകം. നമ്മുടെ എന്നുള്ളത് അസ്മാകമാണ്. പ്രകൃതി അസ്മാകം. ഇനി മാതാവ് ആണ്. മാതാവ് എന്നുള്ളതിന് മാതാ ആണെന്നുള്ളതിന് ഭൂധാതുവാണ്. ഭവതി, ഭവതഃ, ഭവന്തി. അപ്പോൾ ഭവതി. അപ്പോൾ ബാലൻ പറയുകയാണ്, വൃക്ഷങ്ങളാകട്ടെ പരിസ്ഥിതിയെ ശുദ്ധമാക്കുന്നു. വൃക്ഷങ്ങളാകട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? വൃക്ഷങ്ങൾ, വൃക്ഷാഹ ആകട്ടെ. വൃക്ഷാഹാത്തു നേരത്തെ വന്നല്ലേ ഇതുപോലെ ഒരെണ്ണം. വൃക്ഷാഹാത്തു പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ വാതാവരണം എന്നാണ്. പരിസ്ഥിതിക്ക് വാതാവരണം ദ്വിതീയയാണ്. പരിസ്ഥിതിയെ വാതാവരണം ദ്വിതീയ ഏകവചനം. ശുദ്ധമാക്കുന്നു. ശുദ്ധം എന്നാൽ ശുദ്ധം തന്നെയാണ്. ശുദ്ധം ഇനിയാണ് കണ്ടേ, ചെയ്യുന്നു, ശുദ്ധം ആക്കുന്നു എന്നുള്ളതിന്. അപ്പം വൃക്ഷാഹയാണ് പ്ലൂറൽ. അപ്പം ചെയ്യുന്നു, ആക്കുന്നു എന്നൊക്കെ ധാതുവാണ്. കരോതി കുരുതഃ കുർവന്തി. അപ്പം ഇവിടെ എന്താണ്? വൃക്ഷാഹ ബഹുവചനമാകുമ്പോൾ കരോതി കുരുതഃ കുർവന്തി, ശുദ്ധം കുർവന്തി. അപ്പോൾ രവി അതിന് പറയും, അതെ, പ്രകൃതി സർവ്വപ്രാണികളുടെ സംരക്ഷണത്തിനായി പ്രയത്നിക്കുന്നു എന്നാണ്. പ്രകൃതി അതെ എന്ന് പറയുമ്പോഴത്തേക്ക് യെസ് എന്നുള്ള അർത്ഥം തന്നെ അല്ലേ? പ്രകൃതി സർവപ്രാണികളുടെ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ പ്രാണികളുടെയും എന്താണ്? എല്ലാ പ്രാണികളുടെയും. അത് ഷഷ്ടിയാണ് വരേണ്ടുന്നത്. പ്രാണി എന്ന് പറഞ്ഞാൽ പ്രാണിനാം എന്ന് വരും. പക്ഷേ എല്ലാ എന്നുള്ളത് സർവേഷ. അപ്പോൾ അതും എന്ത് തന്നെ വരണം? ഷഷ്ടി തന്നെ വരണം. സർവേഷാം പ്രാണിനാം.
സർവേഷാം പ്രാണിനാം. സർവേഷാം പ്രാണിനാം സംരക്ഷണത്തിനായിക്കൊണ്ട് ഏത് വിഭക്തി വരും? ചതുർത്ഥിയാണ് ആയിക്കൊണ്ട്. സംരക്ഷണത്തിനായിക്കൊണ്ട്. അപ്പോൾ സർവേഷാം പ്രാണിനാം സംരക്ഷണായ, ബാലായ രാമായ ഒക്കെ വരും പോലെ സംരക്ഷണായ എന്താണ് അടുത്തത്? പ്രയത്നിക്കുന്നു എന്ന് പറയാം. പ്രയത്നം ചെയ്യുന്നു എന്ന് വേണം പറയാൻ. പ്രയത്നം ചെയ്യുന്നു എന്നുള്ളതിന് കൃധാതു അല്ലേ? കരോതി കുരുതഃ കുറുവത. പ്രയത്നം കരോതി. പ്രകൃതിയുടെ ഇതായതുകൊണ്ട്, സിംഗുലർ ഏകവചനം ആയതുകൊണ്ട് കരോതി മതി. അപ്പം പ്രയത്നം കരോതി. പ്രയത്നം കരോതി. അപ്പോൾ മനസ്സിലായില്ലേ? ഇത്രയും സെൻറ്റൻസുകളാണ്, ഇത്രയും കോൺവെർസേഷൻ്റെയാണ് എഴുതിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ മറ്റൊരു വിഷയവുമായി ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.